ഹലോ, ഞാൻ ഡാനിയലച്ചൻ. ബൈബിളിനെ ഇയറെന്ന മലയാളം പോഡ്കാസ്റ്റാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. 365 ദിവസങ്ങൾ കൊണ്ട് ബൈബിൾ പാരായണം പൂർത്തിയാക്കാൻ നിങ്ങളെ സഹായിക്കുന്നത് അസെൻഷൻ. ഇവിടെ നാം ദൈവത്തിൻ്റെ സ്വരം വചനത്തിലൂടെ ശ്രവിച്ച് നമ്മുടെ ജീവിതത്തെ ദൈവത്തിൻ്റെ കണ്ണുകളിലൂടെ നോക്കിക്കാണാൻ പരിശ്രമിക്കുന്നു. ദ ഗ്രേറ്റ് അഡ്വഞ്ചർ ബൈബിൾ ടൈം ലൈൻ എന്ന റീഡിംഗ് പ്ലാൻ ഉപയോഗിച്ച് നാം ഉൽപ്പത്തി മുതൽ വെളിപാട് വരെയുള്ള 73 ഗ്രന്ഥങ്ങൾ വായിച്ച് ബൈബിളിലെ രക്ഷയുടെ കഥ എങ്ങനെ ഇതൾ വിരിയുന്നു എന്ന് മനസ്സിലാക്കുന്നു. ഒപ്പം ആ കഥയിൽ നമ്മൾ എങ്ങനെ ഉൾപ്പെട്ടിരിക്കുന്നുവെന്ന് തിരിച്ചറിയുകയും ചെയ്യുന്നു. വായനാ സഹായി ആവശ്യമുള്ളവർക്ക് biyindia.com/മലയാളം എന്ന ലിങ്കിൽ ലഭ്യമാണ്. നമുക്ക് തുടങ്ങാം. ഞാൻ വായിക്കുന്നത് POC മലയാളം ബൈബിൾ പരിഷ്കരിച്ച വിവർത്തനത്തിൽ നിന്നാണ്. ഇന്ന് ദിവസം 56. പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ വചന വായനയുടെ പാഠങ്ങൾ സംഖ്യയുടെ പുസ്തകം 5-ാം അധ്യായം, അതുപോലെ നിയമാവർത്തന പുസ്തകം 5-ാം അധ്യായം, പിന്നെ 90-ാം സങ്കീർത്തനവും. നമുക്ക് വചനം വായിച്ച് തുടങ്ങാം. നമ്മൾ അറിയണം, നാം വചനം വായിക്കുമ്പോൾ വചനം നമ്മെ വായിക്കുകയാണ്. സംഖ്യ അധ്യായം 5. മലിനരെ അകറ്റുക. കർത്താവ് മോശയോട് ഇപ്രകാരം വചിച്ചു: ഓരോ കുഷ്ഠബാധിതനെയും സ്രവമുള്ള ഓരോരുത്തനെയും മൃതദേഹം വഴി മലിനനായ ഓരോരുത്തനെയും പാളയത്തിൽ നിന്ന് പറഞ്ഞയക്കണമെന്ന് ഇസ്രായേലരോട് നീ കൽപ്പിക്കുക. സ്ത്രീ പുരുഷ ഭേദമന്യേ നിങ്ങൾ പറഞ്ഞയക്കണം. പാളയത്തിന് പുറത്തേക്ക് നിങ്ങളവരെ പറഞ്ഞയക്കണം. അങ്ങനെ അവരുടെ മധ്യേ ഞാൻ വസിക്കുന്നവരുടെ പാളയങ്ങൾ അവർ മലിനമാക്കാതിരിക്കട്ടെ. ഇസ്രായേല്യർ അപ്രകാരം ചെയ്തു. അവർ അവരെ പാളയത്തിന് പുറത്തേക്ക് പറഞ്ഞയച്ചു. കർത്താവ് മോശയോട് എപ്രകാരം കൽപ്പിച്ചുവോ അപ്രകാരം ഇസ്രായേല്യർ പ്രവർത്തിച്ചു. നഷ്ടപരിഹാരം. കർത്താവ് മോശയോട് അരുൾ ചെയ്തു: നീ ഇസ്രായേല്യരോട് പ്രസ്താവിക്കുക, അവർ കർത്താവിനെതിരെ അവിശ്വസ്തത കാട്ടി ഏതെങ്കിലും മാനുഷിക ദ്രോഹം ചെയ്യുന്നുവെന്നിരിക്കട്ടെ. പുരുഷനായാലും സ്ത്രീയായാലും ആ വ്യക്തി കുറ്റം ചെയ്യുന്നു. തങ്ങൾ ചെയ്ത പാപം അവർ ഏറ്റുപറയണം. തൻ്റെ നഷ്ടപരിഹാരം അതിൻ്റെ മൂല്യത്തിൽ അവൻ തിരിച്ചേൽപ്പിക്കണം. അതിന്മേൽ അതിൻ്റെ 1/5 കൂട്ടിച്ചേർത്ത് ആരെ അവൻ ദ്രോഹിച്ചുവോ അവന് നൽകണം. നഷ്ടപരിഹാരം ഒരുവന് തിരിച്ചേൽപ്പിക്കാൻ വീണ്ടെടുപ്പുകാരനില്ലാത്ത പക്ഷം തിരിച്ചേൽപ്പിക്കപ്പെടേണ്ട നഷ്ടപരിഹാരം കർത്താവിനുള്ളതായിരിക്കും, അതായത് പുരോഹിതനുള്ളതായിരിക്കും. ഇത് അതിനെ പ്രതി അർപ്പിക്കേണ്ട പരിഹാരയാഗത്തിൻ്റെ മുട്ടാടിന് പുറമെയാണ്. ഇസ്രായേല്യരുടെ എല്ലാ വിശുദ്ധ കാര്യങ്ങൾക്കുമായി അവർ പുരോഹിതന് സമർപ്പിക്കുന്ന ഓരോ കാണിക്കയും അവനുള്ളതായിരിക്കും. എന്നാൽ ഒരുവൻ തനിക്കായി വേർതിരിച്ചിട്ടുള്ളവ തനിക്കുള്ളതായിരിക്കും. ഒരുവൻ പുരോഹിതന് നൽകുന്നത് അവനുള്ളതുമായിരിക്കും. ഭാര്യയെ സംശയിച്ചാൽ. കർത്താവ് മോശയോട് ഇപ്രകാരം വചിച്ചു: നീ ഇസ്രായേല്യരോട് പ്രഖ്യാപിച്ച് അവരോട് പറയുക, ആരുടെയെങ്കിലും ഭാര്യ വഴിപിഴയ്ക്കുകയും അവന് നേരെ അവിശ്വസ്തത കാട്ടുകയും ചെയ്യുന്നുവെന്നിരിക്കട്ടെ. ഒരു പുരുഷൻ അവളെ പ്രാപിച്ച് ലൈംഗിക വേഴ്ച നടത്തുന്നു. എന്നാൽ അവളുടെ ഭർത്താവിൻ്റെ ദൃഷ്ടിയിൽ അത് മറഞ്ഞിരിക്കുന്നു. അങ്ങനെ അവൾ സ്വയം ഒളിക്കുന്നെങ്കിലും അവൾ മലിന തന്നെ. എന്നാൽ അവൾക്കെതിരെ സാക്ഷിയില്ലാത്തതിനാൽ അവൾ പിടിക്കപ്പെടുന്നില്ല. മറിച്ച് ഭാര്യ മലിനയായിരിക്കെ അസൂയയുടെ അരൂപി ഒരുവന്റെ മേൽ കടന്നുകൂടി അവൻ അവളെ സംശയിക്കുകയോ, ഭാര്യ മലിനയല്ലാതിരിക്കെ അസൂയയുടെ അരൂപി ഒരുവന്റെ മേൽ കടന്നുകൂടി അവൻ അവളെ സംശയിക്കുകയോ ചെയ്താൽ ഭർത്താവ് തൻ്റെ ഭാര്യയെ പുരോഹിതന്റെ പക്കൽ ഹാജരാക്കണം. അവളെ പ്രതി അവളുടെ നൈവേദ്യമായി 1/10 ഏഫാ യവമാവ് അവൻ കൊണ്ടുവരികയും വേണം. അതിന്മേൽ അവൻ എണ്ണ പകരരുത്. അതിന്മേൽ കുന്തിരിക്കം വെക്കുകയുമരുത്. കാരണം അത് ശങ്കാവിഷയങ്ങൾക്കുള്ള ധാന്യയാഗമാണ്, കുറ്റമോർമ്മിപ്പിക്കുന്ന ഒരു സ്മാരക ധാന്യയാഗം. പുരോഹിതൻ അവളെ കൊണ്ടുവന്ന് കർത്തൃസന്നിധിയിൽ നിർത്തണം. ഒരു മൺപാത്രത്തിൽ പുരോഹിതൻ വിശുദ്ധ ജലമെടുക്കണം. ആലയത്തറയിലുള്ള കുറച്ച് പൊടിയെടുത്ത് പുരോഹിതൻ ജലത്തിലേക്കിടണം. സ്ത്രീയെ കർത്തൃസന്നിധിയിൽ നിർത്തിയിട്ട് പുരോഹിതൻ സ്ത്രീയുടെ ശിരസ് അനാവരണം ചെയ്യണം. ശങ്കാവിഷയങ്ങൾക്കുള്ള ധാന്യയാഗമായ സ്മാരക ധാന്യയാഗ വസ്തു അവൻ അവളുടെ കരതലങ്ങളിൽ വെക്കണം. പുരോഹിതന്റെ കയ്യിലാകട്ടെ ശാപങ്ങളുടെ കയ്പ് നീരുണ്ടായിരിക്കണം. അനന്തരം പുരോഹിതൻ അവളെ സത്യം ചെയ്യിച്ച് സ്ത്രീയോട് പറയണം: നിന്റെ ഭർത്താവിന് വിധേയായിരിക്കെ ഒരു പുരുഷൻ നിന്നോടത്ത് ശയിച്ചിട്ടില്ലെങ്കിൽ, നീ വഴിപിഴച്ച് മലിനയായിട്ടില്ലെങ്കിൽ ശാപങ്ങളുടെ ഈ കയ്പ് നീരിൽ നിന്ന് നീ സുരക്ഷിതയായിരിക്കുക. എന്നാൽ നീ നിന്റെ ഭർത്താവിന് വിധേയായിരിക്കെ യഥാർത്ഥത്തിൽ വഴിപിഴച്ച് സ്വയം മലിനപ്പെട്ടിട്ടുണ്ടെങ്കിൽ, നിന്റെ ഭർത്താവല്ലാതെ മറ്റൊരു പുരുഷൻ നീയുമായി ലൈംഗിക ബന്ധം പുലർത്തിയിട്ടുണ്ടെങ്കിൽ, പുരോഹിതൻ സ്ത്രീയെക്കൊണ്ട് ശാപശപഥത്തോടെ സത്യം ചെയ്യിച്ച് ആ സ്ത്രീയോട് പറയണം: കർത്താവ് നിന്റെ അരക്കെട്ട് ശോഷിപ്പിച്ച് നിനക്ക് മഹോദരം വരുത്തി നിന്നെ നിന്റെ ജനത്തിനിടയിൽ ശപഥത്തിനും ശാപത്തിനുമായി വിട്ടുകൊടുക്കട്ടെ.
ശാപത്തിൻ്റെ ഈ ജലം നിന്റെ കുടലുകളിൽ കടന്ന് മഹോദരം വരുത്തുകയും അര ശോഷിപ്പിക്കുകയും ചെയ്യട്ടെ. അപ്പോൾ സ്ത്രീ ആമേൻ ആമേൻ എന്ന് പറയണം. പുരോഹിതൻ ഈ ശാപങ്ങൾ ഒരു പുസ്തകത്തിലെഴുതി കയ്പുനീരിലേക്ക് കഴുകിച്ചേർക്കണം. എന്നിട്ട് ശാപങ്ങളുടെ കയ്പുനീര് അവൻ അവളെ കുടിപ്പിക്കണം. ശാപജലം അവളിൽ കടന്ന് കയ്പായിത്തീരും. പുരോഹിതൻ സ്ത്രീയുടെ കയ്യിൽ നിന്ന് ശങ്കാവിഷയങ്ങൾക്കുള്ള ധാന്യയാഗം സ്വീകരിച്ച് കർത്തൃസന്നിധിയിൽ ധാന്യയാഗം നീരാജനം ചെയ്യണം. പിന്നെ അത് അവൻ ബലിപീഠത്തിൽ സമർപ്പിക്കണം. പുരോഹിതൻ ധാന്യയാഗ വസ്തുവിൽ നിന്ന് അതിൻ്റെ സ്മരണാംശമായി ഒരു പിടി കോരിയെടുത്ത് ബലിപീഠത്തിൽ ധൂമിക്കണം. അതിനുശേഷമാണ് അവൻ സ്ത്രീയെ ജലം കുടിപ്പിക്കേണ്ടത്. അവൾ മലിനയായി സ്വപുരുഷനോട് അവിശ്വസ്തത കാട്ടുക തന്നെ ചെയ്തിട്ടുണ്ടെങ്കിൽ അവൻ അവളെ കുടിപ്പിക്കുമ്പോൾ ശാപജലം അവളിൽ കടന്ന് കയ്പുള്ളതായി തീരുകയും അവളുടെ ഉദരം വീർക്കുകയും അരക്കെട്ട് ശോഷിക്കുകയും അങ്ങനെ ആ സ്ത്രീ സ്വജനത്തിനിടയിൽ ഒരു ശാപമായി തീരുകയും ചെയ്യും. എന്നാൽ ആ സ്ത്രീ സ്വയം മലിനയായിട്ടില്ല, പ്രത്യുത ശുദ്ധിയുള്ളവളാണെങ്കിൽ അവൾ കുറ്റവിമുക്തയാകും, സന്താനലബ്ധയാവുകയും ചെയ്യും. ഒരു സ്ത്രീ സ്വപുരുഷന് വിധേയായിരിക്കെ വഴിപിഴയ്ക്കുകയും സ്വയം മലിനയാവുകയും ചെയ്യുമ്പോൾ ശങ്കാവിഷയങ്ങളെ സംബന്ധിക്കുന്ന നിയമം ഇതാണ്. അതുപോലെ തന്നെ അസൂയയുടെ രൂപി ഒരു പുരുഷനിൽ കടന്നുകൂടി തൻ്റെ ഭാര്യയെ അവൻ സംശയിച്ച് അവളെ അവൻ കർത്തൃസന്നിധിയിൽ നിർത്തുമ്പോൾ പുരോഹിതൻ ഈ നിയമവിധി ഓരോന്നുമാണ് അവളോട് അനുവർത്തിക്കേണ്ടത്. പുരുഷൻ കുറ്റത്തിൽ നിന്ന് വിമുക്തനായിരിക്കും, എന്നാൽ ആ സ്ത്രീ തൻ്റെ കുറ്റം വഹിക്കണം. നിയമാവർത്തനം അധ്യായം 5. 2-ാം പ്രഭാഷണം തുടങ്ങുന്നു. മോശ ഇസ്രായേൽക്കാരെല്ലാവരെയും വിളിച്ച് അവരോട് പറഞ്ഞു, ഇസ്രായേലേ, നിങ്ങളുടെ ചെവികളിൽ ഞാൻ ഇന്ന് പ്രസ്താവിക്കുന്ന ചട്ടങ്ങളും ന്യായപ്രമാണങ്ങളും ശ്രവിക്കുവിൻ. അവ നിങ്ങൾ പഠിക്കുകയും അനുവർത്തിക്കാൻ ശ്രദ്ധിക്കുകയും ചെയ്യുവിൻ. നമ്മുടെ ദൈവമായ കർത്താവ് ഹോറബിൽ വെച്ച് നമ്മളുമായി ഒരു ഉടമ്പടി ചെയ്തു. നമ്മുടെ പിതാക്കന്മാരുമായല്ല കർത്താവ് ഈ ഉടമ്പടി ചെയ്തത്, പ്രത്യുത ഇന്ന് ഇവിടെ ജീവനോടെ ഇരിക്കുന്ന ഈ നമ്മളെല്ലാവരുമായാണ്. മലയിൽ വെച്ച് അഗ്നിമധ്യേ നിന്ന് കർത്താവ് നിങ്ങളുമായി മുഖാമുഖം സംസാരിച്ചു. അഗ്നി നിമിത്തം ഭയന്ന് നിങ്ങൾ മലയിൽ കയറാതിരുന്നതുകൊണ്ട് കർത്താവിനും നിങ്ങൾക്കുമിടയിൽ ഇപ്രകാരമുള്ള കർത്തൃവചനം നിങ്ങളോട് വിവരിക്കാൻ ആ സമയം ഞാൻ നിൽക്കുകയായിരുന്നു. 10 പ്രമാണങ്ങൾ. നിന്നെ ഈജിപ്ത് ദേശത്ത് നിന്ന് അടിമകളുടെ ഭവനത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവന്ന ഞാനാണ് നിന്റെ ദൈവമായ കർത്താവ്. എൻ്റെ മുമ്പിൽ നിനക്ക് അന്യദേവന്മാർ ഉണ്ടായിരിക്കരുത്. മുകളിൽ ആകാശങ്ങളിലോ താഴെ ഭൂമിയിലോ ഭൂമിക്ക് താഴെ ജലത്തിലോ ഉള്ള ഏതിൻ്റെയെങ്കിലും സാദൃശ്യം വിഗ്രഹം നീ ഉണ്ടാക്കരുത്. അവയ്ക്ക് നീ ആരാധന അർപ്പിക്കരുത്, അവയെ സേവിക്കുകയും അരുത്. എന്തെന്നാൽ നിന്റെ ദൈവമായ കർത്താവ് ഞാനാണ്. എന്നെ വെറുക്കുന്നവരെ സംബന്ധിച്ച് പിതാക്കന്മാരുടെ കുറ്റം മക്കളുടെ മേലും 3-ാം തലമുറ മേലും 4-ാം തലമുറ മേലും ചുമത്തുന്ന തീക്ഷ്ണമതിയായ ദൈവം. എന്നാൽ എന്നെ സ്നേഹിക്കുന്നവർക്കും എൻ്റെ കൽപ്പനകൾ പാലിക്കുന്നവർക്കും വേണ്ടി 1000 തലമുറകളോട് കാരുണ്യം പ്രവർത്തിക്കുന്നവനാണ് ഞാൻ. നിന്റെ ദൈവമായ കർത്താവിൻ്റെ നാമം നീ വൃഥാ ഉപയോഗിക്കരുത്. എന്തെന്നാൽ തൻ്റെ നാമം വൃഥാ ഉപയോഗിക്കുന്നവനെ കർത്താവ് കുറ്റവിമുക്തനാക്കുകയില്ല. നിന്റെ ദൈവമായ കർത്താവ് കൽപ്പിച്ചതുപോലെ സാബത്ത് ദിനം വിശുദ്ധീകരിച്ചുകൊണ്ട് നീ ആചരിക്കുക. 6 ദിവസം അധ്വാനിച്ച് നിന്റെ എല്ലാ ജോലിയും നീ നിർവഹിക്കണം. എന്നാൽ 7-ാം ദിവസം നിന്റെ ദൈവമായ കർത്താവിൻ്റെ സാബത്താണ്. നിന്നെപ്പോലെ തന്നെ നിന്റെ ദാസനും ദാസിയും സ്വസ്ഥരാകേണ്ടതിന് നീയോ നിന്റെ മകനോ മകളോ ദാസനോ ദാസിയോ കാളയോ കഴുതയോ മൃഗത്തിലേതെങ്കിലുമോ നിന്റെ കവാടങ്ങൾക്കകത്തുള്ള പ്രവാസിയോ ഒരു ജോലിയും ചെയ്യരുത്. നീ ഈജിപ്ത് നാട്ടിൽ ദാസനായിരുന്നുവെന്നും നിന്റെ ദൈവമായ കർത്താവ് കരുത്തുറ്റ കരത്താലും നീട്ടിയ ഭുജത്താലും നിന്നെ അവിടെ നിന്ന് പുറത്തെത്തിച്ചുവെന്നും നീ അനുസ്മരിക്കണം. അതുകൊണ്ടാണ് നിന്റെ ദൈവമായ കർത്താവ് സാബത്ത് ദിനം ആചരിക്കാൻ നിന്നോട് കൽപ്പിച്ചിരിക്കുന്നത്. നിനക്ക് ദീർഘായുസ്സുണ്ടാകാനും നിന്റെ ദൈവമായ കർത്താവ് നിനക്ക് തരുന്ന ദേശത്ത് നിനക്ക് നന്മയുണ്ടാകാനും നിന്റെ ദൈവമായ കർത്താവ് നിന്നെ അനുശാസിച്ചിരിക്കുന്നത് പോലെ നീ നിന്റെ പിതാവിനെയും മാതാവിനെയും ബഹുമാനിക്കുക. നീ കൊല്ലരുത്, നീ വ്യഭിചാരം ചെയ്യരുത്, നീ മോഷ്ടിക്കരുത്, നിന്റെ അയൽക്കാരനെതിരായി നീ വ്യാജ സാക്ഷ്യം നൽകരുത്, നിന്റെ അയൽക്കാരൻ്റെ ഭാര്യയെ നീ മോഹിക്കരുത്, നിന്റെ അയൽക്കാരൻ്റെ ഭവനത്തെയോ വയലിനെയോ ദാസനെയോ ദാസിയെയോ കാളയെയോ കഴുതയെയോ നിന്റെ അയൽക്കാരനുള്ള എന്തിനെയെങ്കിലുമോ നീ അഭിലഷിക്കരുത്. മലയിൽ അഗ്നി, മേഘം, കൂരിരുട്ട്, വലിയ ശബ്ദം എന്നിവയുടെ മധ്യേ നിന്ന് കർത്താവ് ഈ വചനങ്ങൾ നിങ്ങളുടെ സമൂഹം മുഴുവനോടുമായി പ്രഖ്യാപിച്ചു. തുടർന്ന് അവിടുന്ന് അതിനോട് ഒന്നും കൂട്ടിച്ചേർത്തില്ല. അവിടുന്ന് അവ 2 കൽപ്പലകകളിൽ ആലേഖനം ചെയ്യുകയും എന്നെ അവ ഫലമേൽപ്പിക്കുകയും ചെയ്തു. മോശ കൽപ്പനകൾക്ക് മധ്യവർത്തി. തമോ മധ്യേ നിങ്ങൾ ആ സ്വരം കേൾക്കുമ്പോൾ
മല തീയിലെരിയുകയായിരുന്നു. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഗോത്രത്തലവന്മാരെല്ലാവരും ശ്രേഷ്ഠന്മാരും എന്നെ സമീപിച്ച് പറഞ്ഞു, ഇതാ നമ്മുടെ ദൈവമായ കർത്താവ് തൻ്റെ മഹത്വവും പ്രതാപവും ഞങ്ങളെ കാണിച്ചിരിക്കുന്നു. അഗ്നിയുടെ മധ്യത്തിൽ നിന്ന് അവിടുത്തെ സ്വരവും ഞങ്ങൾ കേട്ടു. ദൈവം മനുഷ്യനുമായി സംസാരിച്ചിട്ടും അവൻ ജീവിച്ചിരിക്കുന്നത് ഇന്ന് ഞങ്ങൾ കണ്ടു. ആകയാൽ ഇപ്പോൾ ഈ വലിയ അഗ്നി ഞങ്ങളെ വിഴുങ്ങിയിട്ട് ഞങ്ങൾ എന്തിനു മരിക്കണം? ഞങ്ങളുടെ ദൈവമായ കർത്താവിൻ്റെ സ്വരം കേൾക്കുന്നത് ഞങ്ങൾ ഇനിയും തുടർന്നാൽ ഞങ്ങൾ മരിച്ചുപോകും. എന്തെന്നാൽ അഗ്നിമധ്യയിൽ നിന്ന് സംസാരിക്കുന്ന സജീവ ദൈവത്തിൻ്റെ ശബ്ദം കേട്ടിട്ടും ജീവിച്ചിരിക്കുന്ന ഞങ്ങളെപ്പോലെ ഏതെങ്കിലും ശരീരി ആരുണ്ട്? നീ അടുത്തു ചെന്ന് നമ്മുടെ ദൈവമായ കർത്താവ് പറയുന്നതെല്ലാം കേട്ടാലും, എന്നിട്ട് നമ്മുടെ ദൈവമായ കർത്താവ് നിന്നോട് പ്രസ്താവിക്കുന്നതെല്ലാം നീ തന്നെ ഞങ്ങളോട് സംസാരിച്ചാലും ഞങ്ങൾ കേൾക്കുകയും നിർവഹിക്കുകയും ചെയ്തുകൊള്ളാം. നിങ്ങൾ എന്നോട് സംസാരിച്ച നിങ്ങളുടെ വാക്കുകളുടെ സ്വരം കർത്താവ് ശ്രവിച്ചു. അപ്പോൾ കർത്താവ് എന്നോട് അരുളി ചെയ്തു, നിന്നോട് സംസാരിക്കുന്ന ഈ ജനത്തിൻ്റെ വാക്കുകളുടെ സ്വരം ഞാൻ കേട്ടു. അവർ സംസാരിച്ചതെല്ലാം നന്നായിരിക്കുന്നു. എല്ലാ ദിനങ്ങളിലും എന്നെ ഭയപ്പെടാനും എൻ്റെ എല്ലാ കൽപ്പനകളും പാലിക്കാനും അങ്ങനെ അവർക്കും അവരുടെ മക്കൾക്കും എന്നേക്കും നന്മയുണ്ടാകാനുമുള്ള അവരുടെ ഈ ഹൃദയേച്ഛ യാഥാർത്ഥ്യമായിരുന്നെങ്കിൽ നീ ചെന്നവരോട്, നിങ്ങൾ നിങ്ങളുടെ കൂടാരങ്ങളിലേക്ക് മടങ്ങിപ്പോകുവിൻ എന്ന് പറയുക. എന്നിട്ട് നീ ഇവിടെ എൻ്റെ കൂടെ നിൽക്കുക. കൈവശമാക്കാൻ ഞാൻ അവർക്ക് നൽകുന്ന നാട്ടിൽ അവർ നിർവഹിക്കാൻ നീ അവരെ പഠിപ്പിക്കേണ്ട ചട്ടങ്ങളും ന്യായപ്രമാണങ്ങളുമാകുന്ന ഓരോ കൽപ്പനയും ഞാൻ നിന്നോട് പ്രതിപാദിക്കാം. ആകയാൽ നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങളോട് കൽപ്പിച്ചതുപോലെ പ്രവർത്തിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കണം. നിങ്ങൾ ഇടം വലം വ്യതിചലിക്കരുത്. നിങ്ങൾ ജീവിക്കാനും നിങ്ങൾക്ക് നല്ലത് ഭവിക്കാനും നിങ്ങൾ കൈവശമാക്കുന്ന ദേശത്ത് നിങ്ങൾ ദീർഘായുസുള്ളവരാകാനും വേണ്ടി നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങളെ അനുശാസിച്ച സകല മാർഗത്തിലും നിങ്ങൾ വ്യാപരിക്കണം. സങ്കീർത്തനങ്ങൾ 90. അനശ്വരനായ ദൈവവും നശ്വരനായ മനുഷ്യനും. ദൈവപുരുഷനായ മോശയുടെ പ്രാർത്ഥന. നാഥ, തലമുറ തലമുറയിൽ അങ്ങ് ഞങ്ങൾക്ക് സങ്കേതമായിരുന്നു. പർവ്വതങ്ങൾ ജാതമാകും മുമ്പേ, ഭൂമിയും ലോകവും അങ്ങ് ജനിപ്പിക്കും മുമ്പേ, അനാദി മുതൽ അനന്തത വരെ അങ്ങ് തമ്പുരാനാണ്. അങ്ങ് മർത്തിനെ പൊടിയിലേക്ക് പിന്തിരിപ്പിക്കുന്നു. മനുഷ്യമക്കളെ പിന്തിരിയുവനെന്ന് അങ്ങ് അരുളി ചെയ്യുന്നു. എന്തെന്നാൽ അങ്ങയുടെ ദൃഷ്ടികളിൽ 1000 വത്സരങ്ങൾ കടന്നുപോയി ഇന്നലെയും രാത്രിയിലെ ഒരു യാമവും പോലെയാണ്. അങ്ങ് അവരെ തുടച്ചു മാറ്റുന്നു. പ്രഭാതത്തിലെ നിദ്രയാണവർ. പുല്ലുപോലെ അത് മുളച്ചു പൊങ്ങും. പ്രഭാതത്തിൽ അത് നാമ്പിട്ട് മുളച്ചു പൊങ്ങുന്നു. സായാഹ്നത്തിൽ അത് അരിയപ്പെട്ട് ഉണങ്ങിപ്പോകുന്നു. എന്തെന്നാൽ അങ്ങയുടെ കോപത്താലാണ് ഞങ്ങൾ ക്ഷയിച്ചത്. അങ്ങയുടെ ക്രോധത്താലാണ് ഞങ്ങൾ പരിഭ്രാന്തരായത്. ഞങ്ങളുടെ അകൃത്യങ്ങൾ അങ്ങ് തിരുമുമ്പിൽ വച്ചിരിക്കുന്നു. ഞങ്ങളുടെ രഹസ്യപാപങ്ങൾ തിരുമുഖപ്രകാശത്തിലും. ഞങ്ങളുടെ ദിനങ്ങളെല്ലാം അങ്ങയുടെ ക്ഷോഭം നേരിടുന്നു. നെടുവീർപ്പ് പോലെയാണ് വർഷങ്ങൾ ഞങ്ങൾ പൂർത്തിയാക്കുന്നത്. ഞങ്ങളുടെ ആയുഷ്കാലം അതിൽ തന്നെ 70 വർഷം, ഏറിയാൽ 80 വർഷം. അവയുടെ ഭൂരിഭാഗം അധ്വാനവും ദുരിതവുമാണ്. അത് പറക്കും, ഞങ്ങളും പറന്നകലും. അങ്ങയുടെ കോപത്തിൻ്റെ ഉഗ്രതയും ഭീകരതാ സമാനമായ അങ്ങയുടെ ക്ഷോഭവും അറിഞ്ഞിട്ടുള്ളതാര്? ഞങ്ങളുടെ ദിനങ്ങൾ ശരിക്കുമെണ്ണാൻ അറിവ് പകരണമേ. അങ്ങനെ ഞങ്ങൾ ജ്ഞാനചിത്തരായി ഭവിക്കാനിടയാകട്ടെ. കർത്താവേ, മടങ്ങി വരണമേ. അതെന്നത്തേക്ക് അങ്ങയുടെ ദാസരുടെ മേൽ സമാശ്വാസം ചൊരിയണമേ. എല്ലാ ദിനങ്ങളിലും ഞങ്ങൾ ആരവ് മുതിർത്ത് സന്തോഷിക്കേണ്ടതിന് അങ്ങ് കാരുണ്യം കൊണ്ട് പ്രഭാതത്തിൽ ഞങ്ങളെ സംതൃപ്തരാക്കണമേ. അങ്ങ് ഞങ്ങളെ എളിമപ്പെടുത്തിയ ദിനങ്ങൾക്കനുസൃതം, ഞങ്ങൾ ദുരിതം കണ്ട വർഷങ്ങൾക്കനുസൃതം ഞങ്ങളെ സന്തോഷിപ്പിക്കണമേ. അങ്ങയുടെ ദാസർക്ക് അങ്ങയുടെ പ്രവൃത്തിയും അവരുടെ മക്കളുടെ മേൽ അങ്ങയുടെ പ്രാഭവവും വെളിപ്പെടട്ടെ. ഞങ്ങളുടെ ദൈവമായ നാഥൻ്റെ പ്രസന്നത ഞങ്ങളുടെ മേലുണ്ടാകട്ടെ. ഞങ്ങളുടെ കരവേലയെ ഞങ്ങൾക്കായി സുസ്ഥിരമാക്കണമേ. ഞങ്ങളുടെ കരവേലയെ തന്നെ സുസ്ഥിരമാക്കണമേ. പ്രിയമുള്ളവരെ, സംഖ്യയുടെ പുസ്തകം 5-ാം അധ്യായം വായിച്ചപ്പോൾ കുഷ്ഠരോഗികളെ പാളയത്തിന് പുറത്തേക്ക് അയക്കാൻ ദൈവം കൽപ്പിക്കുന്നത് നാം കണ്ടു. ഒരു തെറ്റിദ്ധാരണ നമ്മൾ തിരുത്തേണ്ടതുണ്ട്. പുറപ്പാട് 15:26 ദൈവം പറഞ്ഞിട്ടുണ്ട്, ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാണ്, നിന്നെ സുഖപ്പെടുത്തുന്ന ഞാൻ കർത്താവാണ്. ഈ ഒരു വാക്യം എടുത്ത് ചില ആളുകൾ എല്ലാ രോഗങ്ങളും ദൈവം സുഖപ്പെടുത്തുമെന്നും വിശ്വാസവും പ്രാർത്ഥനയും ഉണ്ടെങ്കിൽ എല്ലാ രോഗികളും സുഖപ്പെടുമെന്നും നിങ്ങളുടെ വിശ്വാസക്കുറവും പ്രാർത്ഥനാക്കുറവ് കൊണ്ടുമാണ് നിങ്ങളുടെ രോഗങ്ങൾ മാറാത്തതെന്നുമുള്ള ചില അബദ്ധ പ്രബോധനങ്ങൾ നൽകിയിട്ടുണ്ട്. എന്നാൽ ഇത് ബൈബിൾ മൊത്തത്തിലെടുക്കുന്ന ഒരു വായനക്കാരനെ സംബന്ധിച്ച് തെറ്റായ ഒരു പ്രബോധനമാണ് എന്ന് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ കഴിയും.
നമുക്കറിയാം, എല്ലാ രോഗങ്ങളും ദൈവം സുഖപ്പെടുത്തുമായിരുന്നെങ്കിൽ കുഷ്ഠരോഗികളെ ദൈവനാമത്തിൽ സുഖപ്പെടുത്താൻ പുരോഹിതരെ ഏൽപ്പിക്കുമായിരുന്നു. അവരെ പാളയത്തിന് പുറത്തേക്ക് കുഷ്ഠം മാറുന്നതുവരെ പറഞ്ഞയക്കാൻ ദൈവം കൽപ്പിക്കുമായിരുന്നില്ല. മാത്രമല്ല, ഈശോ പറഞ്ഞിട്ടുള്ളൊരു വചനം കൂടി നിങ്ങൾ ഈ സന്ദർഭത്തിൽ ഓർക്കണം. ഇസ്രായേലിൽ എലീശയുടെ കാലത്ത് അനേകം കുഷ്ഠരോഗികൾ ഉണ്ടായിരുന്നു. എന്നാൽ അവരിൽ നാമാൻ മാത്രമാണ് സുഖപ്പെട്ടത്. ചില രോഗങ്ങൾ സുഖപ്പെടണമെന്നില്ല. എല്ലാ രോഗങ്ങളും സുഖപ്പെടുത്തും ദൈവം എന്ന് ബൈബിൾ പറയുന്നുമില്ല. ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? ഇതുപോലെയുള്ള അബദ്ധങ്ങളുടെയും പിന്നിൽ കാണുന്ന ഒരു പ്രധാനപ്പെട്ട കാരണം, ബൈബിളിൽ നിന്ന് ഇവിടെ നിന്നും അവിടെ നിന്നും ഒറ്റപ്പെട്ട വാക്യങ്ങൾ എടുത്ത് വ്യാഖ്യാനിക്കുന്നത് കൊണ്ടാണ് ഇത്തരം അബദ്ധങ്ങളിലേക്ക് നാം വന്നെത്തുന്നത്. ബൈബിളിനെ നമ്മൾ വ്യാഖ്യാനിക്കേണ്ടത് മൊത്തത്തിലാണ്. ബൈബിളിലെ എല്ലാ പുസ്തകങ്ങളുടെയും എല്ലാ വാക്യങ്ങളുടെയും പശ്ചാത്തലത്തിൽ വേണം ഒരാശയം നമ്മൾ അവതരിപ്പിക്കേണ്ടത്. രണ്ടാമതായി വേറൊരു കാര്യം കൂടി ഇവിടെ നമ്മൾ തിരുത്തേണ്ടതുണ്ട്. വിശ്വാസവും പ്രാർത്ഥനയും കൊണ്ട് രോഗി സുഖപ്പെടും എന്ന ഒരാശയം ബൈബിൾ പറയുമ്പോൾ അത് ഡോക്ടേഴ്സിനും മരുന്നിനുമെതിരായുള്ള ഒരു പ്രബോധനമായി പലരും എടുക്കാറുണ്ട്. പ്രാർത്ഥനയും വിശ്വാസവും എന്ന ഒരു മാർഗം സൗഖ്യത്തിനായി ബൈബിൾ നിർദ്ദേശിക്കുമ്പോൾ തന്നെ വൈദ്യനെയും മരുന്നിനെയും ഗൗരവമായി എടുക്കണമെന്ന പ്രബോധനം കൂടി ബൈബിൾ നമുക്ക് നൽകുന്നുണ്ട്. മരുന്ന് കഴിക്കുന്നതും വൈദ്യനെ കാണുന്നതും ബൈബിൾ അവതരിപ്പിക്കുന്ന വിശ്വാസത്തിന് എതിരല്ല എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം. തെറ്റായ പ്രബോധനങ്ങൾ സ്വീകരിച്ച അനേകം ആളുകൾ, കുറെ കാലം കൂടി ആരോഗ്യത്തോടെ ജീവിക്കാമായിരുന്ന അനേകം ആളുകൾ മരുന്ന് കഴിക്കാതെ, ഡോക്ടറിനെ കാണാതെ, ആശുപത്രിയിൽ പോകാതെ മരണപ്പെട്ടത് ഒരു തരത്തിൽ സൂയിസൈഡലാണ്, ആത്മഹത്യാപരമാണ്. നമ്മുടെ വായനയിൽ കണ്ടെത്തുന്ന മറ്റൊരു കാര്യം, ഈ സംഖ്യ 5-ാം അധ്യായത്തിൽ ഭാര്യയുടെ വിശ്വസ്തതയെ ഒരാൾ സംശയിച്ചാൽ അവളെ കയ്പ് ജലം കുടിപ്പിച്ച് അവൾ തൻ്റെ വിശ്വസ്തത തെളിയിക്കണമെന്ന വിധത്തിലുള്ള ഒരു ആചാരം ഇസ്രായേലിൽ ഉണ്ടായിരുന്നതായി നാം കാണുന്നു. സമാനമായ ഒരു സംഭവം നമ്മൾ വായിച്ച പുറപ്പാട് 32 നമ്മൾ കാണുകയുണ്ടായി. കാളക്കുട്ടിയെ ആരാധിച്ച ജനത്തിന് അതിനുള്ള ശിക്ഷയായി മോശ നൽകുന്നത് കാളക്കുട്ടിയെ ഇടിച്ച് തവിടുപൊടിയാക്കി വെള്ളത്തിൽ കലക്കി അത് ജനത്തെ കൊണ്ട് മോശ കുടിപ്പിക്കുന്നതായി നമ്മൾ വായിച്ചതാണ്. ഈ ഒരു പ്രവൃത്തിയിലൂടെ പുറപ്പാട് 32 സംഖ്യ 5 ചേർത്ത് വായിക്കുമ്പോൾ മോശ ഇപ്രകാരം ചെയ്തതിലൂടെ ഒരു പ്രത്യേകമായ ഒരു ഇമേജറി സൂചിപ്പിക്കപ്പെടുന്നുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ, ഭാര്യയെ സംശയിക്കുന്ന ഭർത്താവാണ്. അവളെ കയ്പ് ജലം കുടിപ്പിച്ചവൾ തൻ്റെ വിശ്വസ്തത തെളിയിക്കണം എന്ന വിധത്തിലെ ആചാരമാണ് നമ്മളിവിടെ കണ്ടത്. പുറപ്പാട് 32 ഈ കാളക്കുട്ടിയെ ആരാധിച്ച ജനത്തെ അത്തരം ഒരു കാളക്കുട്ടിയുടെ പൊടി കലക്കിയ വെള്ളം കുടിപ്പിക്കുന്നത് വഴി ആ ഒരു സംഭവം സൂചിപ്പിക്കുന്ന ഇമേജറി, ഉടമ്പടിയിലേർപ്പെട്ട ദൈവജനം ഭാര്യയും വധുവും ഉടമ്പടിയുമായി ജനത്തെ സമീപിച്ച യഹോവയായ ദൈവം വരനും മണവാളനും ഭർത്താവുമാണ് എന്ന ഇമേജറിയാണ്. ഓരോ കൽപ്പന ലംഘനവും അങ്ങനെ ഇസ്രായേലിനെ സംബന്ധിച്ച്, ഉടമ്പടി ജനതയെ സംബന്ധിച്ച് ദാമ്പത്യ അവിശ്വസ്തതയായിരുന്നു. നമ്മൾ പുതിയ നിയമ ജനതയും മണവാളനായ ഈശോയും മണവാട്ടിയായ സഭയും എന്ന സങ്കല്പം പുതിയ നിയമം അവതരിപ്പിക്കുമ്പോഴും ഇതേ ആശയം നമുക്കും ബാധകമാണ്. ഉടമ്പടി ജനതയായ നമുക്ക് നമ്മുടെ ഓരോ കൽപ്പന ലംഘനവും, ഓരോ ദൈവത്തിൻ്റെ വാക്കുകളെ ധിക്കരിക്കുന്ന പ്രവൃത്തിയും ഒരു തരത്തിൽ ഉടമ്പടി ജനതയുടെ ദാമ്പത്യ അവിശ്വസ്തതയായി നാം കാണണം. പഴയ നിയമത്തിലെ വിശ്വസ്തത അവർ തെളിയിച്ചത് വിശുദ്ധീകരിച്ച ജലത്തിലൂടെയാണെങ്കിൽ, ഇന്ന് നമ്മുടെ അവിശ്വസ്തതയെ, നമ്മുടെ കുറ്റങ്ങളെ കൺവിക്റ്റ് ചെയ്യുന്നത്, ചൂണ്ടിക്കാണിക്കുന്നത്, ബോധ്യപ്പെടുത്തുന്നത് പരിശുദ്ധാത്മാവാണ് പുതിയ നിയമത്തിൽ. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത്, പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ അവൻ പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ലോകത്തെ ബോധ്യപ്പെടുത്തും എന്ന്. നിയമാവർത്തന പുസ്തകത്തിൽ വിഗ്രഹാരാധനയെ സംബന്ധിച്ച ചില പരാമർശങ്ങൾ വായിക്കാനിടയായി. ഒന്നിൻ്റെയും രൂപം ഉണ്ടാക്കരുത് എന്ന് ദൈവം പറയുമ്പോൾ നമ്മളതിനെ ശരിയായ അർത്ഥത്തിൽ മനസ്സിലാക്കേണ്ടതുണ്ട്. ഒന്നിൻ്റെ രൂപം ഉണ്ടാക്കരുത് എന്ന് പറഞ്ഞ അതേ ദൈവം തന്നെയാണ് അനേകം രൂപങ്ങൾ ചിത്രപ്പണികളിലൂടെയും കൊത്തിവെക്കുന്നതിലൂടെയും സമാഗമ കൂടാരത്തിൽ ഉണ്ടാക്കാനായി പറഞ്ഞത്. കെരൂബുകളുടെ രൂപം അവർ ഉണ്ടാക്കിയിരുന്നു. ദേവാലയം പിന്നീട് നിർമ്മിക്കുമ്പോഴും അനേകം രൂപങ്ങൾ ഉണ്ടാക്കിയിരുന്നു. അപ്പോൾ ഇത് ഒരു രൂപവും ഉണ്ടാക്കരുത് എന്നല്ല അതിൻ്റെ അർത്ഥം. മറിച്ച് ദൈവത്തിന് പകരം ഒരു വിഗ്രഹവും ഉണ്ടാക്കി ദൈവത്തിന് പകരം വെച്ച് ആരാധിക്കരുത്. പുതിയ നിയമത്തിലെ ദൈവിക നിയമങ്ങൾക്ക് വ്യത്യാസമുണ്ട്. മനുഷ്യാവതാരം ചെയ്ത യേശുവിൻ്റെ രൂപം ആ കാലഘട്ടത്തിലെ ആദിമസഭയിലെ അപ്പസ്തോലിക സഭയിലെ ദൈവത്തിൻ്റെ മക്കൾ കണ്ടു കഴിഞ്ഞതാണ്. അതുകൊണ്ടാണ് യോഹന്നാൻ പറയുന്നത്, ഞങ്ങൾ കണ്ണുകൊണ്ട് കണ്ടതും കാതുകൊണ്ട് കേട്ടതും കൈകൊണ്ട് സ്പർശിച്ചതുമായ ജീവൻ്റെ വചനത്തെ ഞങ്ങൾ അറിയിക്കുന്നു.
ഈശോയുടെയും പരിശുദ്ധ അമ്മയുടെയും വിശുദ്ധരുടെയും ഒക്കെ രൂപങ്ങൾ ഉണ്ടാക്കുന്നത് ആരാധിക്കാനല്ല, അവരോടുള്ള ബഹുമാനത്തിൻ്റെ ഭാഗമായിട്ടാണ്. അവയെ വണങ്ങുന്നത് നമ്മൾ മുതിർന്നവരെ ആദരിക്കുന്നത് പോലെയും അധ്യാപകരെ വണങ്ങുന്നത് പോലെയും ബഹുമാനം കൊടുക്കേണ്ട മനുഷ്യ വ്യക്തികളെ നമ്മൾ ഈ ഭൗമിക ജീവിതത്തിൽ തന്നെ ബഹുമാനിക്കുന്നതിൻ്റെ ഭാഗമായി വണങ്ങുകയും അവരുടെ മുമ്പിൽ ശിരസ് കുനിക്കുകയും ഒക്കെ ചെയ്യുന്ന അർത്ഥത്തിൽ മാത്രം നമ്മൾ കണ്ടാൽ മതിയാവും. അതൊന്നും സത്യദൈവമായ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും കൊടുക്കുന്ന ആരാധനയ്ക്ക് തുല്യം അല്ല. ദൈവം നിങ്ങളെ പ്രത്യേകം അനുഗ്രഹിക്കട്ടെ. ഒരു നിമിഷം ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവമേ, അവിടുന്ന് ഞങ്ങളെ സുഖപ്പെടുത്തുന്ന കർത്താവാണ് എന്ന് അരുളി ചെയ്യുമ്പോഴും ചില രോഗങ്ങൾ മാറാതെ ഞങ്ങളുടെ കൂടെയുണ്ട്. അത് ഞങ്ങളുടെ വിശ്വാസത്തിൻ്റെയും പ്രാർത്ഥനയുടെയും കുറവ് കൊണ്ട് അല്ല എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. അങ്ങ് തരുന്ന സഹനങ്ങളെ, രോഗങ്ങളെ, കഷ്ടപ്പാടുകളെ അങ്ങ് ആഗ്രഹിക്കുന്നെങ്കിൽ അങ്ങ് സുഖപ്പെടുത്തണമേ, എടുത്തു മാറ്റണമേ. ഇനി അത് നിലനിൽക്കാനാണ്, ഈ മുള്ള് ഞങ്ങൾ സഹിക്കാനാണ് അങ്ങയുടെ തിരുഹിതമെങ്കിൽ സന്തോഷത്തോടെ ഈ കുരിശ് വഹിക്കാനുള്ള കൃപയും ഞങ്ങൾക്ക് തരണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഈ സ്വരം കേട്ടുകൊണ്ടിരിക്കുന്ന ഈ മകനെയും മകളെയും കർത്താവ് ഇപ്പോൾ അനുഗ്രഹിക്കണമേ, അവർക്ക് സമാധാനം നൽകണമേ. ഇന്നത്തെ ദിവസം അങ്ങയുടെ സ്നേഹം ഒരുപാട് അളവില്ലാത്ത ഒരു സമൃദ്ധിയിൽ, അളക്കാനാവാത്ത ഒരു കൃപയുടെ സമൃദ്ധിയിൽ കണ്ടെത്താൻ അവരെ സഹായിക്കണമേ എന്ന് ഞാൻ കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ആമേൻ. പ്രിയപ്പെട്ടവരെ, നല്ല ഒരു ദിവസം നിങ്ങൾക്ക് ഉണ്ടാകട്ടെ എന്ന് പ്രത്യേകം ഞാൻ ആശീർവദിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുന്നു. നിങ്ങളിത് കേട്ടുകൊണ്ടിരിക്കുന്ന ഓഡിയോ പ്ലാറ്റ്ഫോം സബ്സ്ക്രൈബ് ചെയ്താൽ മുടക്കമില്ലാതെ നിങ്ങൾക്ക് യുവജന വായനയിൽ പങ്കെടുക്കാൻ കഴിയും. നാളെ വീണ്ടും ഈ സ്വരം നിങ്ങളുടെ അടുത്തേക്ക് എത്തും വരെ മറക്കരുത്, ഞാൻ ഡാനിയലച്ചൻ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. അതുവരെ സ്നേഹിക്കുക, പ്രാർത്ഥിക്കുക. നമ്മുടെ കർത്താവിനെക്കുറിച്ച് കണ്ടുമുട്ടുന്ന ഒരാളോടെങ്കിലും പങ്കുവെക്കാൻ ഒന്ന് പരിശ്രമിക്കുക. ഒരു നല്ല ദിവസം നേരുകയാണ്. നാളെ വീണ്ടും കാണാം എന്ന പ്രാർത്ഥനയോടെ ബൈ.